ആലപ്പുഴയിലും തൃശ്ശൂരിലുമൊക്കെ തന്നെ പ്രചാരണം ശക്തമാക്കി എറണാകുളത്തും മുന്നേറുക തന്നെയാണ് എൻഡിഎ സ്ഥാനാർത്ഥികളും ഒപ്പം മുന്നണികളും ചെയ്യുന്നത്. സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം. ഒപ്പം ഇന്നലെ കൊച്ചിയിൽ വിവിധ ഭാഗങ്ങൾ മഴ ലഭിച്ചു, അതുകൊണ്ട് ചെറിയൊരു ശമനമുണ്ട്. പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് ചൂടിന് ആവേശം കൂടുക തന്നെയല്ലേ ചെയ്യുന്നത്? രജനി, ഓരോ മുന്നണികളുടെയും പ്രചരണം ശക്തമായി തന്നെ തുടരുകയാണ്. അവർ ഇന്നും നാളെയും അല്പം ഒരു മന്ദഗതിയിലാവും വിഷുവിൻ്റെ ആഘോഷങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട്. എന്നാൽ പോലും പ്രചരണം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സ്ഥാനാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ മുന്നണി പ്രവർത്തകരുടെയും എല്ലാം തന്നെ തീരുമാനം. ആ രീതിയിൽ പ്രചരണം ശക്തമായി തന്നെ പോകുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പിന്തുണയായ എൽ ഡി എഫ് പ്രവർത്തകനായ LDF പ്രതിനിധിയായ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ പോലും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു സ്വീകാര്യത ഓരോ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഓരോ മണ്ഡലത്തിലും ശക്തമായ ത്രികോണ മത്സരം, ആര് മുന്നിലെത്തും എന്നത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ പൊതുജനങ്ങളിൽ നിന്ന് പോലും ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ മുൻപൊക്കെ ഒരു പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ BJPക്കും NDAക്കും ലഭിക്കേണ്ട വോട്ടുകൾ പരാജയപ്പെടുമെന്ന ഒരു തോന്നലിൻ്റെ പേരിൽ മറ്റു മുന്നണികൾക്ക് മാറിപ്പോയിരുന്നെങ്കിൽ ആ തരത്തിലുള്ള വോട്ട് മാറ്റം ഇത്തവണ ഉണ്ടാകില്ല എന്നത് മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ തന്നെ പ്രചരണം, അത് അണികളിലും എല്ലാം തന്നെ ഒരു ആവേശം പകരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഒരു ഉത്തേജനമായി NDAക്ക് പറയാവുന്നത്. ആ രീതിയിൽ ഓരോ മണ്ഡലത്തിലും പ്രചരണം കനക്കുമ്പോൾ അവിടുത്തെ അടിസ്ഥാന വികസനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാവുന്നുണ്ട്. ആ രീതിയിലെല്ലാം തന്നെ പ്രചരണത്തിന് എല്ലാവിധ മുന്നേറ്റത്തിനും ഇത്തരം ചർച്ചകളും കാരണമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അത്തരത്തിൽ ഒരു കാര്യമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ ചെറായി ഭാഗത്ത് ഉള്ള ഏതാണ്ട് 650 കുടുംബങ്ങൾ അവർ വിലയാധാരമായി വാങ്ങിയ ഭൂമിയായിരുന്നു. അത് വഖഫ് ഭൂമിയാണെന്ന ഒരു അവകാശവാദവുമായി വഖഫ് ബോർഡ് രംഗത്തെത്തുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വിലയാധാരം മേടിച്ച ആ ഭൂമിക്ക് 30 വർഷമായി കരമടച്ചു വന്നിരുന്ന ഭൂമിയിലെ കര അടയ്ക്കുന്നതടക്കം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ആ ഭൂമി കൈമാറ്റം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല, പണയപ്പെടുത്താൻ സാധിക്കില്ല. അവിടുത്തെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഇല്ലെങ്കിൽ ഒരു ചികിത്സാ ആവശ്യത്തിന്, വിവാഹത്തിന് ഒന്നും തന്നെ ഇതുവരെയും തൻ്റേതെന്ന് വിശ്വസിച്ചിരുന്ന ഭൂമി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതിൽ ഈ കുടുംബങ്ങളും തീരവാസികളും എല്ലാം തന്നെ വലിയ ആശങ്കയിലുമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ ആരാണോ ഈ തീരവാസികളെ വഞ്ചിച്ചത് അവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി NDA സ്ഥാനാർത്ഥി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുമ്പോൾ ഇത് ഫറൂഖ് കോളേജ് അധികൃതരിൽ നിന്നുമാണ് തീരവാസികൾ വിലയ്ക്ക് വാങ്ങുന്നത്. ഏതാണ്ട് 90കളിലാണ് വിലയ്ക്ക് വാങ്ങുന്നത്. അതിനു മുമ്പ് സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഫറൂഖ് കോളേജിന് ഈ ഭൂമി നൽകിയിരുന്നതും. ഇപ്പോൾ വഖഫ് എന്ന് പറയുന്ന, ഒന്നുകിൽ വഖഫ് ബോർഡ് ഇത്തരത്തിൽ വ്യാജമായ രേഖകൾ ചമച്ചിരിക്കുന്നു എന്നതും, അതല്ലെങ്കിൽ ഈ ഫറൂഖ് കോളേജ് അധികൃതർ ഈ ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ അവർ വിൽക്കാൻ പാടില്ലാത്ത ഭൂമി വിറ്റു. എന്തു തന്നെ ആയാലും ഈ തീരവാസികൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി വേണമെന്നതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ മറ്റു 2 മുന്നണികളും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും